വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ ഗുരുജി ഫ്രം ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസറല്ല. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ സ്പ്ലിറ്റ് പ്രൊഫൈലും ഫിക്സ്ഡ് പ്രൊഫൈലുമാണ്. ഇത് ഗോ ചാർട്ടിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമാണ്. ഇത് വരുന്നത് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് ഓരോ ലെറ്റേഴ്സും വരുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഈ മാർക്കറ്റ് പ്രൊഫൈലിന് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം, എനിക്ക് ഭയങ്കര ലവ്, അഫക്ഷൻ, സ്നേഹം, പ്രേമം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ എനിക്ക് കൂടുതലായിട്ട് മാർക്കറ്റ് പ്രൊഫൈലിലുണ്ട്. കാരണം വെച്ചാൽ യാതൊരു സെക്കൻഡ് തോട്ടും ഇല്ലാതെ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ മാർക്കറ്റ് പ്രൊഫൈൽ ഇൻഫർമേഷൻ തരും. ഈ വാങ്ങിച്ച ആൾക്കാർ വീക്കർ ഹാൻഡ്സാണ്, അവരെ കൊണ്ട് മുകളിലോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ വിറ്റ ആൾക്കാർ വീക്കർ ഹാൻഡ്സാണ്, അവരെ കൊണ്ട് താഴോട്ട് പുഷ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റ് പ്രൊഫൈൽ നമുക്ക് പഠിപ്പിച്ചു തരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ഷെയർ ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ബേസ് ചെയ്തിട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കണ്ടോ. എനിക്ക് എൻ്റെ അറിവിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ഇങ്ങനെ റെഗുലറായിട്ട് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് പറയുന്ന ആൾക്കാർ മാർക്കറ്റിൽ കുറവാണെന്ന് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം 7:52 AM ആണ്. ഇന്ന് വന്നിട്ട് ഡേറ്റ് 10/4/2024. ഈ മാർക്കറ്റ് പ്രൊഫൈൽ പറയുന്നത് നമ്മൾ 2-3 വീഡിയോ, അതായത് ഇന്നലെ മെനിയാന്ന് വീഡിയോ ഇടാൻ പറ്റിയില്ല. അതിന് മുന്നേ ഉള്ള വീഡിയോ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം. ടെലഗ്രാം ചാനലിൽ നമ്മൾ പറയുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 48,300 ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അത് ഒരു ലെവലാണ്. അതല്ലാതെ ബാങ്ക് നിഫ്റ്റി 48,000 ലെവൽ ഒരു വീക്കർ ഹാൻഡ്സാണ്. 48,000 നല്ലൊരു വീക്കർ ഹാൻഡ്സാണ്. ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരിക്കലും എവിടെയും കിട്ടത്തില്ല, ആരും നിങ്ങൾക്ക് തരത്തില്ല. സോ ഈ വീക്കെൻഡ്, അതായത് നാളെ അവധിയാണ്, റംസാൻ ആയതുകൊണ്ട് നാളെ അവധിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇന്നാണ് എക്സ്പയറി. ബാങ്ക് നിഫ്റ്റിക്കും ഇന്ന് തന്നെയാണ് എക്സ്പയറി. സോ വെള്ളിയാഴ്ച ക്ലിയർ ആയിട്ട് ഈ 48,000 ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ ക്ലിയർ ചെയ്തിരിക്കും. ബാങ്ക് നിഫ്റ്റി, അതായത് ഈ പീരീഡിൻ്റെ ലോ, അതിന് മുന്നേ ഉള്ള ദിവസത്തിൻ്റെ EFG, ഇത് 3 വീക്കർ ഹാൻഡ്സാണ്. ഇത് ക്ലിയർ ചെയ്തേ പറ്റൂ. ഇവരെ കൊണ്ട് മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിനെ പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് മുകളിലോട്ട് പോകുമ്പോൾ എല്ലാം സപ്ലൈ എടുത്ത് താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വരുന്നത്. ഇതൊക്കെ നിങ്ങൾ അനാലിസിസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന് ബാങ്ക് നിഫ്റ്റി ഒരു 300 പോയിൻറ്റിൻ്റെ റേഞ്ച് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ 300 പോയിൻറ്റിൻ്റെ റേഞ്ച് തരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈ 48,800 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 48,700, ഈ 2 ലെവലും മാർക്ക് ചെയ്തിട്ടതിന് ശേഷം ഇതിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഓപ്പണിംഗ് തന്നെ ഇതിൻ്റെ താഴെയാണ്, 48,700 താഴെയാണ്, അല്ലെങ്കിൽ 48,700 800 ഇടയ്ക്കായിട്ട് ഓപ്പൺ ഹോൾഡ് ചെയ്ത് താഴോട്ടാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒരു 48,300 നമുക്ക് ഷുവറായിട്ടും താഴോട്ട് കാണാൻ പറ്റും. ഇതൊരു സൈഡിലുള്ള ഒരു മൂവിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ്. അതല്ല, 48,700 48,800 ഒരു 100-150 പോയിൻറ്റിൻ്റെ ലെവലിൽ ബാങ്ക് നിഫ്റ്റി രാവിലെ ഒരു സൈഡ് വേസ് ആയിട്ട് പോവുകയും അതിനുശേഷം ഏത് സൈഡാണോ ബ്രേക്ക് ഔട്ട് തരുന്നത്, മുകളിലോട്ടാണെങ്കിൽ 49,000 വീണ്ടും ടെസ്റ്റ് ചെയ്യാനും, അല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫാള് താഴോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ കാണാനുള്ള സാധ്യതകളും ഉണ്ട്. ഇത് രണ്ടാമത്തെ സിനാരിയോ ആണ്. മൂന്നാമത്തെ സിനാരിയോ, രാവിലെ ഒരു നല്ലൊരു ട്രെൻഡ് തന്നതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം സൈഡ് വേസിലോട്ട് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇത് രണ്ടും ശ്രദ്ധിച്ച് നോക്കുക എങ്ങനെയാണ് എന്നുള്ളത്, മൊമെൻറ്റം എന്നുള്ളത് രാവിലെ തന്നെ നമുക്ക് നോക്കാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ ഈ പറയുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ഓട്സ് വന്നിട്ട് രാവിലെ ഒരു സൈഡ് വേസ് പോകാനാണ് ചാൻസസ് കൂടുതൽ. ഉച്ചയ്ക്ക് ശേഷം അവർ അഡ്ജസ്റ്റ് ചെയ്ത് 0 ആക്കി, ഓപ്ഷൻ സെല്ലേഴ്സ് 0 ആക്കി പുറത്തിറങ്ങാനുള്ള സാധ്യതകളാണ് കൂടുതൽ കാണുന്നത്. മുകളിലോട്ട് നോക്കുന്നില്ല. മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ 49,000 മുകളിൽ ഓപ്പൺ ആകണം, ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആകണം. അതായത് ഒരു 100-150 പോയിൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഒരു 150 പോയിൻറ്റിൻ്റെ മുകളിൽ ഓപ്പൺ ആവുകയും ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയും ആ ഓപ്പൺ ഹോൾഡ് ചെയ്താൽ ഒരു 300 പോയിൻറ്റ് 400 പോയിൻറ്റിൻ്റെ ഒരു ട്രാവൽ മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചർ വയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ആ ഓപ്പൺ എവിടെയാണ്, അതായത് 49,000 മുകളിലൊരു നമുക്കൊരു POC ഉണ്ട്. ഓക്കെ, ഈ POCന് മുകളിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പണായി സസ്റ്റെയിൻ ചെയ്യണം.
പക്ഷേ അത് സസ്റ്റെയിൻ ചെയ്യുമോ, അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഏരിയയ്ക്ക് മുകളിൽ ഓപ്പണായിട്ട് അവിടെ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ മാത്രമേ മുകളിലോട്ട് ബാങ്ക് നിഫ്റ്റി ഫീച്ചർ നോക്കാനുള്ള സാധ്യതകൾ കൂടുതലുള്ളൂ. സോ ഓപ്പൺ ഇന്നത്തെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, മാക്സിമം നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക. നമ്മൾ ലൈവ് ഒബ്സർവേഷനും പറ്റുമെങ്കിൽ, ഇന്ന് എനിക്ക് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും പറ്റുമെങ്കിൽ ഇന്നലെ ആ 1 മണിക്കൂർ രാവിലെ ഇടാമെന്ന് പറഞ്ഞ ടെലഗ്രാം ചാനലിൽ നല്ലൊരു ഓപ്ഷൻ പിക്കാണ് ഇന്നലെ കൊടുത്തിരുന്നത്. എനിക്കറിഞ്ഞാൽ എത്ര പേരാണ് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. കറക്റ്റ് നമുക്ക് എടുക്കാനുള്ള എന്താ പറയുക, ആ ഒരു ഏത് ഇതാണ് എടുക്കേണ്ടത്, സി ആണോ പി ആണോ, എവിടെ എടുക്കണം, ഈ രൂപയിൽ എടുത്തു കഴിഞ്ഞാൽ എത്ര ദൂരം പോകും എന്ന് അത്രയ്ക്കും അക്യൂറസി എനിക്ക് തോന്നുന്നു ആരും കൊടുക്കാറില്ല. നമ്മൾ ഒരു കോളേ ഡിസ്കസ് ചെയ്യാറുള്ളൂ. അത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ടെലഗ്രാം ചാനലിൽ. അതിൽ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക, നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. കണ്ടതിൽ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.